മഹാനായ ശ്രീ പട്ടത്താളുപിള്ളയുടെ 140-ാം ജന്മദിനമാണിന്ന്. അദ്ദേഹത്തിന്റെ സ്മാരകമായി ഈ തലസ്ഥാന നഗരിയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പ്രതിമയിൽ നമ്മൾ പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ട്. ഈ പട്ടത്താളുപിള്ള സ്വാതന്ത്ര്യ സമര സേനാനി, തിരുവിതാംകൂറിന്റെയും തിരുക്കൊച്ചിയുടെയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ത്യാഗ നിർഭയമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത്, സ്വാതന്ത്ര്യ സമര രംഗത്ത് ഒരു ഇതിഹാസ നായകനായി മാറിയ ആളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മേന്മയും മഹത്വത്തെയും കുറിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി പഠിക്കുകയും അദ്ദേഹത്തെ നേരിൽ കണ്ട ഒരു മങ്ങിയ ഓർമ്മയെ എനിക്കുള്ളൂ. അദ്ദേഹം അന്ന് നിയമസഭയിൽ മത്സരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ താമസിക്കുന്ന ഞാനൊരു കൊച്ചുകുട്ടി വീട്ടിൽ സഹപ്രവർത്തകരോടൊപ്പം വോട്ട് ചോദിച്ചു വന്ന ആ മഹാനെ ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം നൽകുമ്പോൾ അതെല്ലാം ചരിത്രത്തിലൂടെ വായിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാം. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം നൽകിയ ഐതിഹാസികമായ നേതൃത്വം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ശ്രീനാരായണ പിള്ളയാണ്. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന ബൃഹത്തായ ഗ്രന്ഥം വായിച്ചാൽ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ഒരുപാട് നിർഭയരായ നിർഭരമായ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ ചിത്രം മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോകും. അതിൽ ഇതിഹാസ നായകരെന്ന് വിശേഷിപ്പിക്കാവുന്നയാളാണ് ശ്രീ പട്ടത്താളുപിള്ള. അദ്ദേഹം അന്ന് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. ഒരുപാട് മർദ്ദനങ്ങളേറ്റിട്ടുണ്ട്, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച സർ സി പി രാമസ്വാമിയർ രാജവാഴ്ചയുടെ യഥാർത്ഥമായ വികൃത മുഖമായിരുന്നു ശ്രീ സർ സി പി രാമസ്വാമിയർ. ആ ഏകാധിപതിയുടെ മുമ്പിൽ മുട്ടുമടങ്ങാതെ തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ തലമുറയുടെ നായകൻ പട്ടത്താളുപിള്ളയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സവിശേഷമായ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത, കേരളം അന്ന് ഒന്നായിരുന്നില്ല. മലബാറും കൊച്ചിയും തിരുവിതാംകൂറും. സ്വാതന്ത്ര്യ സമരാനന്തര കാലഘട്ടത്തിൽ ഈ 3 പഴയ നാട്ടുരാജ്യങ്ങളുടെയും നേതൃത്വത്തിലേക്ക് വരാൻ കഴിഞ്ഞ അപൂർവമായ ഒരു വ്യക്തി പട്ടത്താളുപിള്ളയാണ്. തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിയായിരുന്നു, തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഐക്യകേരളം നിലവിൽ വന്ന ശേഷം ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. അതിന് തൊട്ട് പിന്നാലെ വന്ന 60-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു വലിയ ദേശീയ പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ സർവസ്വമായിരുന്നു പട്ടത്താളുപിള്ള. അദ്ദേഹത്തിന്റെ കാലശേഷം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയായി. അത് വാസ്തവത്തിൽ പിന്നീട് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അത് നിഷ്ക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ പട്ടത്താളുപിള്ളയുടെ അസാധാരണമായ വ്യക്തിത്വം കൊണ്ടാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു രാഷ്ട്രീയ ശക്തിയായത്. പക്ഷെ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ആരും പറയും അത് PSP ആണ്. അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം തിരുവനന്തപുരത്തുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി പട്ടത്താളുപിള്ള നേതൃത്വം നൽകിയ PSP ആണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചാൽ ത്യാഗനിർഭരമായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ മൂലധനം. വളരെ അധ്യാപകനായിരുന്നു, വളരെ സ്വന്തമായ അഭിപ്രായങ്ങളുള്ള നല്ല പാണ്ഡിത്യം നേടിയ ആളായിരുന്നു. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി അദ്ദേഹം സഹിച്ച ത്യാഗം. പിന്നീടുള്ള സ്വാതന്ത്ര്യാനന്തര കാലത്ത് ജനാധിപത്യ ഭരണം വന്നപ്പോൾ അതിന് കിട്ടിയ ഒരു ജനങ്ങളിൽ നിന്നുള്ള അംഗീകാരമാണ് ശ്രീ പട്ടത്താളുപിള്ള ഉൾപ്പെടെയുള്ളവർക്ക് പിന്നീട് ഓരോ അധികാര സ്ഥാനങ്ങളിലും എത്താൻ കഴിയും. അദ്ദേഹം അധികാരം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ചരിത്രത്തിലൂടെ നാം കാണും. ഈ തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ ത്യാഗനിർഭരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം താരതമ്യേന കേരളത്തിൽ PSP 60-ലെ ഐക്യമുന്നണി മന്ത്രിസഭയിൽ
കോൺഗ്രസും ലീഗും ഒക്കെ ഉള്ള മന്ത്രിസഭയിൽ ഒരു ചെറിയ പാർട്ടിയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അസാധാരണമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയത് എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് ശ്രീ പട്ടത്താനുമഴയുടെ പ്രവർത്തനം വിലയിരുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. കാരണം ഏകാധിപതിയായ സർസിപിക്കെതിരായി പോരാട്ടം നടത്തി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹവും അല്പം ചില ഏകാധിപത്യ പ്രവണതകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായി. അതിന്റെയൊക്കെ പരിണതമായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ PSP എന്ന പാർട്ടി പിന്നീട് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് നിഷ്ക്രമിച്ചു. തിരുവനന്തപുരത്തുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മറക്കാൻ പറ്റില്ല. രാജവാഴ്ചക്കാലത്ത് തിരുവനന്തപുരം തലസ്ഥാന നഗരിയായിരുന്നു. വേണാടിന്റെ തലസ്ഥാനം തിരുവിതാംകൂർ മാറി തിരുവനന്തപുരമായി. ഐക്യ കേരളം നിലവിൽ വന്നപ്പോൾ തിരുവനന്തപുരം തലസ്ഥാന നഗരിയായത് രാജവാഴ്ചക്കാലത്തുണ്ടായ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യമാണെങ്കിലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അന്ന് തലസ്ഥാന നഗരി എറണാകുളത്തെ കൊണ്ടുപോകണമെന്ന വാദമുണ്ടായിരുന്നു. ആ തർക്കത്തിനുള്ള പരിഹാരമാണ് ഹൈക്കോടതി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. പട്ടത്താനമുള്ള എന്ന ഒരു രാഷ്ട്രീയ ശക്തി, ഒരു രാഷ്ട്രീയ ആചാര്യ തിരുവനന്തപുരത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തലസ്ഥാന നഗരി തിരുവനന്തപുരമാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. രാജവാഴ്ചക്കാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും ഇവിടെ ഒരുപാട് മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടായി. പക്ഷേ ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കേരളത്തിന്റെ മധ്യഭാഗം കൊച്ചിയാണ്. ഹൈക്കോടതി മാറ്റിക്കൊണ്ടുപോയപ്പോൾ പോലും വലിയ പ്രക്ഷോഭം നടന്നു. ഈ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് അടിത്തറയിട്ടത് അദ്ദേഹമാണ്. സിറ്റി ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് ഉണ്ടാക്കി ഈ തിരുവനന്തപുരത്തെ ഒരു നല്ല നഗരമാക്കി മാറ്റി അദ്ദേഹം. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങളും ആസൂത്രണവുമാണ് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരം എന്ന സൽപ്പേര് തിരുവനന്തപുരത്തിന് നേടിക്കൊടുത്തു. ഇന്നതെല്ലാം വെറും ഓർമ്മയായി മാറിയെങ്കിൽ പോലും അങ്ങനെ തിരുവനന്തപുരത്തിന്റെ വളർച്ചയിൽ, പുരോഗതിയിൽ, ഈ തലസ്ഥാന നഗരിയുടെ നിലനിൽപ്പിൽ ഇതിലെല്ലാം ശ്രീ പട്ടത്താനമുള്ളയുടെ പൊളിറ്റിക്കൽ പാട്രേജ് അത് ഈ അവസരത്തിൽ മറക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തെ കാലം മറന്നു, ജനങ്ങൾ മറന്നു, തിരുവനന്തപുരത്തെ ജനങ്ങളും പൂർണ്ണമായി മാറി. അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ശ്രീ മോഹൻകുമാറിനെ പോലെ ശ്രീ മണക്കാട് സുരേഷ് എല്ലാ വർഷവും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ശ്രീവരാഹത്ത് ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ പുഷ്പാർച്ചന നടത്താൻ. എനിക്കൊരു അഭിമാനം, ഞാനൊരിക്കൽ MLA ആയപ്പോൾ ഞാൻ പറഞ്ഞു, താളുവള്ള സ്റ്റാർ പ്രതിനിധീകരിച്ച മണ്ഡലത്തിന്റെ കുറെ ഭാഗത്താണ് അന്നത്തെ തിരുവനന്തപുരം വെസ്റ്റിൽ എനിക്ക് MLA ആകാൻ കഴിയും. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ശ്രീരാഹത്ത് വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയ ജീവിതത്തിൽ MLA ആകുമ്പോൾ എവിടെയായാലും ആ മണ്ഡലം വളരെ പ്രധാനമാണ്. പക്ഷേ അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നതാണ്. അദ്ദേഹം വാസ്തവത്തിൽ ഈ തിരുവനന്തപുരത്തിന് വികസനത്തിനും പുരോഗതിക്കും വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ അതാണ് ഈ തലസ്ഥാന നഗരിക്കലായത്. പക്ഷെ ഒന്ന് നമ്മൾ ഓർക്കുക, തിരുവനന്തപുരത്തിന് പിന്നീട് ഒരു പൊളിറ്റിക്കൽ പേഴ്സണേജ് ആരിൽ നിന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? പട്ടത്താനമുള്ളെ പോലെ ഒരു നേതാവ് വളർന്നു വന്നിട്ടില്ല എന്നുള്ളത് സത്യം. കാരണം പിന്നീട് മുഖ്യമന്ത്രിമാരായിരുന്നവർ അവർ കൊച്ചിക്കാരോ തിരുവിതാംകൂറുകാരോ മലബാറുകാരോ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ ആ മുഖ്യമന്ത്രിമാരിലെല്ലാം ഒരു പ്രത്യേകത, ഇപ്പോൾ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരിൽ ഞാനൊരു പ്രത്യേകത കാണുന്നു. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, ത്യാഗനിർഭരമായ സ്വാതന്ത്ര്യ സമരത്തിലും ജനസേവനത്തിലും പങ്കെടുത്ത ആ ചരിത്രം, അത് നമുക്ക് ആർക്കെങ്കിലും വിസ്തരിക്കാൻ കഴിയുമോ? ഇപ്പോ കേരളത്തിൽ നടക്കുന്ന വിവാദങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നേരെ വരിക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, 1, 2, 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക, കാണാൻ സുമുഖനായിട്ടുള്ള ഒരാൾ, ഒരുപാട് സാഹിത്യ രചന നടത്തിയിട്ടുള്ളയാൾ, അദ്ദേഹം തന്നെ സ്വയം സർവേ നടത്തി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നു. അതിനൊരു വിരോധാഭാസം കളിക്കുന്നുവെന്നത് പട്ടത്താനമുള്ള മുതൽ പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിമാരാൻ MLAയ്ക്കും അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, ഇല്ലെന്നല്ല. കേരളത്തിലെ ജനങ്ങളുടെ മനോഭാവം, ചിന്താഗതി, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് തെളിയിക്കുന്നതാണ് ത്യാഗനിർഭരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവർ. ജനസേവന രംഗത്ത് സമാനതകളില്ലാതെ
ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ആളുകൾ, അവരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിട്ട്. ഇനിയും അങ്ങനെ ഒരാളുടെ മാത്രമേ ഏത് പ്രസ്ഥാനവും ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും മുഖ്യമന്ത്രിയാകാൻ ജനങ്ങൾ അംഗീകരിക്കും. അതാണ് പട്ടത്താലവിളയുടെ പ്രത്യേകതയില്ലെന്ന് ഞാൻ തുടങ്ങി. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് ഞാനും വിജയകുമാറും ഒക്കെ തിരുവനന്തപുരക്കാരാണ്, ഞങ്ങളൊക്കെ മന്ത്രിമാരായി. പക്ഷെ പട്ടത്താലവിള തിരുവനന്തപുരത്തിന് നൽകിയതുകൊണ്ടൊരു പേട്രേജ് പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ഞാനൊരു യോഗത്തിൽ പറഞ്ഞു. എ കെ ആന്റണിയാണ് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എല്ലാ മുഖ്യമന്ത്രിമാരും ഇവിടെയാണ് താമസിക്കുന്നത്. അത് ഈ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ കമ്പാർട്ട്മെന്റിനോടുള്ള ഒരു സ്നേഹമല്ലാതെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പാർട്ട്മെന്റിനോട് ട്രെയിനിനോട് നമുക്ക് വികാരപരമായ ഒരു ബന്ധമില്ല. പട്ടത്താലവിളയ്ക്ക് അതുണ്ടായില്ല. തിരുവനന്തപുരക്കാർ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു മഹാൻ മുഖ്യമന്ത്രി, ഭരണാധികാരി, അതൊക്കെയായിരുന്നു പട്ടത്താലവിള. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിൽക്കണം. വരും തലമുറകൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഒരു പാഠപുസ്തകമായി മാറണം. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്ക്, പിന്നീട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം, ഇതെല്ലാം പഠനവിധേയമാക്കേണ്ടതാണ്. ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമാണെങ്കിലും ആദർശത്തെക്കാൾ കൂടുതൽ ജനങ്ങളെ PSPയിലേക്ക് ആകർഷിച്ചത് പട്ടത്താലവിള എന്ന മഹാവ്യക്തിത്വമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ സ്ഥാനം നമുക്ക് നിലനിർത്താൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രതിഭയിൽ എഴുതി വച്ചിരിക്കുന്ന ആദ്യത്തെ വാചകം ഒന്ന് നോക്കൂ. ത്യാഗസമ്പന്നനും നിർഭയനും രാജ്യതന്ത്ര കുലശനുമായ അത്യുന്നത ദേശാഭിമാനി അദ്ദേഹം തന്നെയാണ്. ഇന്നും ഈ പ്രതിഭയിൽ നിൽക്കുന്ന ആ മഹാൻ തന്നെയാണ് ഇന്നും ചരിത്രത്തിൽ കേരളത്തിന്റെ ഇതിഹാസ നായകനായി നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ആദരാഞ്ജലികൾ അർപ്പിക്കാം. നമുക്ക് അദ്ദേഹത്തിന്റെ സേവനങ്ങളെ നന്ദിയോടുകൂടി സ്മരിക്കാം. ജയ് ഹിന്ദ്.